ഈശ്വരം ഷേഖും സ്ഥിതി അറിയട്ടെ. സങ്കീർത്തനമാല കൊണ്ടൊരു സദ്യ. പെട്ടെന്ന് ഇൻസ്ട്രുമെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും സ്വരം താഴ്ത്തി ഇല്ലേ? കുറച്ചു മുമ്പ് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലേ? ഇതാ വരുന്നു സദ്യ. അപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് പോളിന്റെ ട്രൂപ്പ് ആരൊക്കെയാണെന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. തോമസ് പോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? വളരെ സുപ്രസിദ്ധ പ്രഭാഷകനാണ്, പ്രാസംഗികനാണ്, സുവിശേഷ പ്രഘോഷകനാണ് നമ്മുടെ മുന്നിലുള്ളത്. അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. എല്ലാവരും ഒന്ന് കരങ്ങളടിച്ച് ഈ മകനെ ദൈവത്തിലേക്ക് സമർപ്പിക്കുക. കൂടെയായിരിക്കുന്നവര് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊന്ന് മുന്നോട്ട് വരിക. ഷാജി ഒരു അപ്പൂപ്പനും കൂടിയാണ്. ഷാജിയുടെ 2 മക്കളും നന്നായിട്ട് പാടുന്നവരാണ്. അവർ 2 പെൺമക്കൾ കല്യാണം കഴിഞ്ഞു. ഒരാൾക്ക് 2 കുട്ടികളുണ്ട്, ഒരാളിപ്പോൾ ഗർഭിണിയാണ്. ഞാനും ഒരു അപ്പൂപ്പനാണ്. എനിക്ക് 2 മക്കൾ, 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. എൻ്റെ മകളും മരുമകൻ അവർ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്. മകൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അവർക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു. അതാണ് ഞങ്ങളുടെ ഫാമിലി. എൻ്റെ ഭാര്യ എൽസ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ പുറകിലുള്ള വലിയൊരു ശക്തി. ഇനി ഇതാ വരുന്നു നമ്മുടെ പ്രധാന ഗായകനും മ്യൂസീഷ്യനും മോണോ ആക്ടറും ഡാൻസറും ഒക്കെയാണ് മാത്യുവിനാണ് 4 കുട്ടികളുണ്ട്. അപ്പോൾ അത് വലിയൊരു നിധിയാണ്. കുട്ടിയുടെ 4 കുട്ടികളുള്ളവർക്കൊക്കെ കൈയടി കിട്ടുള്ളൂ. മാത്യുവിൻ്റെ ഭാര്യയും കുട്ടികളും. അപ്പോൾ അവിടെ അവരും സങ്കീർത്തനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, മ്യൂസിഷ്യൻ. ഇനി ജെസ്സിയുടെ ഭർത്താവിൻ്റെ പേര് ബേബിയും ജെസ്സിയും വളരെയധികം വർഷങ്ങളായിട്ട് നമ്മുടെ ടീമിലാണ്. ജെസ്സിയുടെ കുഞ്ഞിൻ്റെ പേരാണ് ഡേവിഡ്. അവരും സങ്കീർത്തനമൊക്കെ പാടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം അംഗങ്ങൾ. ഒരു സങ്കീർത്തനമാലയ്ക്കായിട്ട് നമുക്ക് കാതോർക്കാം. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സങ്കീർത്തനം പൂർണ്ണമായും രചിച്ചിട്ടുള്ളത് ഈ ടീം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഈ ടീമിൻ്റെ ട്യൂൺ കൊടുത്തിരിക്കുന്നത് ഈ ടീം തന്നെയാണ്. അത് വലിയ ഒരു കൃപ തന്നെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹീതമാകും. നമ്മളും ഈ സങ്കീർത്തനം പഠിച്ച് അത് പാടാനായിട്ടുള്ള അനുഗ്രഹം ചോദിച്ചു വാങ്ങേണ്ടിയിരിക്കുന്നു. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, വൺ ഹു സിങ്സ് പ്രൈസസ് ട്വൈസ്. വചനം പാടുകയാണെങ്കിലോ ഇറ്റ് ഈസ് മോർ ദാൻ ട്വൈസ്. ഇറ്റ് ഈസ് മോർ ദാൻ ട്വൈസ് അല്ലേ? ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും വന്നിട്ടുള്ള വചനങ്ങളാണ് സങ്കീർത്തനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു, അതിനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ സ്വന്തമാക്കി അതിനെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. വളരെ അത്യാവശ്യമാണ്. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നുണ്ട് അല്ലേ? ചിലരെല്ലാം ചില സങ്കീർത്തനങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്നു അല്ലേ? എത്ര പേര് ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്നു? ഏതെങ്കിലും ഒരു സങ്കീർത്തനം? എത്ര പേരാ? ഒന്ന് കൈയടിച്ച് എല്ലാവരും. വളരെ സന്തോഷമുണ്ട്. സങ്കീർത്തനങ്ങൾ ബൈഹാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? പദ്യങ്ങൾ ബൈഹാർട്ടാക്കി സ്കൂളിലേക്ക് പോകുന്ന സമയങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അതുപോലെ സങ്കീർത്തനങ്ങൾ ബൈഹാർട്ടാക്കുമ്പോൾ നമുക്ക് വലിയ ശക്തി ലഭിക്കുന്നു, ആത്മീയ വളർച്ച ലഭിക്കുന്നു. അപ്പോൾ പുണ്യവാൻ അഗസ്റ്റിനോടൊപ്പം നമുക്കും പറയാനായിട്ട് സാധിക്കും, ഞങ്ങൾ ഓരോ പ്രാവശ്യവും
ദൈവവചനം പാടുമ്പോൾ എപ്പോഴും ദൈവത്തോട് ഇഴുകിച്ചേരുന്നു, ശക്തിയാർജിക്കുന്നു. ദൈവമായിട്ടുള്ള സംഭാഷണം ശക്തമാകുന്നു. എല്ലാവരും ഈ ടീമിനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സങ്കീർത്തനമാലയിലൂടെ അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മളുടെ ചെറിയ പ്രാർത്ഥനകൾ അവരെ സഹായിക്കും തീർച്ചയായിട്ടും. യേശുവേ സ്തോത്രം, കർത്താവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ടീമിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ശക്തി ആർജിക്കട്ടെ, അവരുടെ സ്വരം ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരട്ടെ, ശക്തി ആർജിക്കട്ടെ, അവർക്ക് ആ പരിശുദ്ധാത്മാവിന്റെ അരൂപം ലഭിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി അവരുടെ സ്വരത്തെ കൂടുതൽ ശക്തമാക്കട്ടെ, ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി മാറ്റട്ടെ. അവരുടെ സ്വരം ദൈവത്തിൻ്റെത് തന്നെയാണ്. ആ സ്വരമാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ അവരോട് ചേർന്നുകൊണ്ട് ആ സ്വരത്തെ ആസ്വദിക്കുക, ആ വചനങ്ങളെ ആസ്വദിക്കുക, ദൈവത്തെ സ്തുതിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഈ സദ്യ ഞങ്ങളെല്ലാവരും ഏറ്റുവാങ്ങാൻ ഉണ്ണുവാൻ തയ്യാറാണ്. ഗോഡ് ബ്ലെസ് എവരിവൺ. താങ്ക് യു അച്ഛൻ. ഒരല്പം ആമുഖമായിട്ട് പറയേണ്ടത്, ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ യേശുവിനെ 1000-ലധികം വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവിലൂടെ രചിക്കപ്പെട്ടതും, എന്നാൽ ഇതിലെ പ്രധാന രഹസ്യങ്ങൾ യേശുവിനെ കുറിച്ച് തന്നെയാണ്, രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈശോ പിന്നീട് പറഞ്ഞത്, എന്നെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശയുടെ നിയമങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. ഈശോ കുരിശിൽ ആണികളിൽ കിടക്കുമ്പോഴും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സങ്കീർത്തനങ്ങളായിരുന്നു. ഈശോയുടെ കൈകാലുകളിൽ ആണി അടിക്കുമെന്നത് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോ സങ്കീർത്തനങ്ങൾ, എല്ലാ സങ്കീർത്തനങ്ങളിലും ഈശോ ഉണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് മുഴുവൻ ഇവിടെ ഇപ്പോൾ വിസ്തരിച്ച് പറയാൻ ഒരുപക്ഷെ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ഈ ഉദ്ദേശം വെച്ച് ചിന്തിച്ചാൽ മതി. എല്ലാ സങ്കീർത്തനങ്ങളിലും യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോ തന്നെ എല്ലാ ദിവസവും പാടിയിരുന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ. അതുപോലെ തന്നെ മാതാവും ഔസേപിതാവും മാത്രമല്ല, ഇസ്രായേൽ സമൂഹം മുഴുവനും എന്നും പാടിയിരുന്നു, ഈശോ എന്നും പാടിയിരുന്നു. അതിനുശേഷം സഭയിൽ എല്ലാ അപ്പസ്തോലന്മാരും എല്ലാ വിശുദ്ധരും സഭയിലെ കാനോന നമസ്കാരങ്ങളിൽ എല്ലാ ദിവസവും ഈ സങ്കീർത്തനങ്ങൾ പാടി ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിക്കുന്ന ഒരു പരിചയം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. വീണ്ടും പാട്ട് എഴുതാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇനി നീ പാട്ടൊന്നും എഴുതണ്ട. അതൊരു ഷോക്ക് ആയിരുന്നു എനിക്ക്. അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ പറയണം, ഞാൻ കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, ഞാനൊരു 150ഓളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതെന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല? അപ്പോഴാണ് ഒരു ഉൾക്കണ്ണ് തുറന്നത്. അങ്ങനെ ഞങ്ങൾ തന്നെ ആ ഗാനങ്ങൾ ഉപയോഗിച്ച് പിന്നീടാണ് ഇത് ധ്യാനത്തിലെല്ലാം ഇത് പാടണം എന്നുള്ള കർത്താവിൻ്റെ ഒരു ആഗ്രഹം ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സങ്കീർത്തനം പാടുന്നത് 101-ാം സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ കരുണയെയും നീതിയെയും കുറിച്ചുള്ള പ്രകീർത്തനമാണിത്. ബൈബിളുള്ളവർ അത് തുറന്ന് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ POC ബൈബിളിൽ എഴുതിയിരിക്കുന്ന എക്സാക്ട് ഒറ്റ അക്ഷരം പോലും മാറ്റാതെയാണ് ഈ സങ്കീർത്തനത്തിന് ട്യൂൺ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനങ്ങൾ രചിച്ചപ്പോൾ അതിനുദ്ദേശിച്ചതും ആ സങ്കീർത്തനങ്ങളിലൂടെ യേശുവിന്റെ ജീവിതത്തെ പൂർത്തിയാക്കിയതും ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ അതിലെ പ്രധാന രഹസ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ആത്മാവിൽ ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മൾ അറിയാതെ തന്നെ ഇതൊരു മെലോഡി ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
ഉദാഹരണത്തിന് ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സങ്കീർത്തനങ്ങൾ താനെ പൊന്തി വരും. എന്നോട് കൃപയുണ്ടാകണം, എന്നോട് ഇതെല്ലാം ഇങ്ങനെ പൊന്തി വരും. അതാണ് ഉദ്ദേശം. നമുക്ക് ആരംഭിക്കാം. ഓക്കെ. കരുണയെയും നീതിയെയും കുറിച്ചു പാടും കർത്താവേ, ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണെന്റെ അടുക്കൽ വരിക? പാടും കർത്താവേ, അങ്ങേക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണെന്റെ അടുക്കൽ വരിക? എന്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നിജമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല. വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രതയെന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും.
അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ഹൃദയവക്രതയെന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെയും നീതിയോടെ വീക്ഷിക്കും. അവരെന്നോട് ഉപവസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവർ എന്റെ സേവകരായിരിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേയ്ക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് നിന്റെ അടുക്കൽ വരിക? വഞ്ചന ചെയ്യുന്ന ഒരുവനുമെന്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനുമെന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. വഞ്ചന ചെയ്യുന്ന ഒരുവനുമെന്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനുമെന്റെ സന്നിധിയിൽ തുടരാൻ ആവുകയില്ല. ദേശത്തിൽ ദുഷ്ടരുവികളെ പ്രഭാതം തോറും നിഗ്രഹിക്കും. കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ വിമോചനം ചെയ്യും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേയ്ക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് എന്റെ അടുക്കൽ